വരുന്നത്. നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഇതിൻ്റെ നെഗറ്റീവ് കിട്ടാന്നുള്ളതാണ്. അതെ അതെ അതെ. നെഗറ്റീവ് അത് പല സിനിമകളും വരാത്തതിൻ്റെ മെയിൻ കാര്യം ഇതാണ്, നെഗറ്റീവ് കിട്ടാത്തതാണ്. അപ്പം ഇതിൻ്റെ എന്തോ ഭാഗ്യത്തിന് പ്രസാദിലെല്ലാം അവൈലബിൾ ആയിരുന്നു. പ്രസാദ് സ്റ്റുഡിയോയിൽ ഇപ്പോൾ സൗണ്ട് ട്രാക്ക് ആണെങ്കിലെല്ലാം രാജുവേട്ടൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആളുടെ എല്ലാ പടങ്ങളും എടുത്ത് സൂക്ഷിച്ച് വെക്കണ മാതിരി തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ നമ്മുടെ റീ റിലീസിന് വന്ന സമയത്ത് എല്ലാവരും പറയുന്ന കാര്യമാണ്, പണ്ടത്തെ സിനിമകൾ കുറേ നെഗറ്റീവ്സ് ഇല്ലാത്തത് കൊണ്ട്, അതിൻ്റെ ഫുട്ടേജസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് റീമാസ്റ്റർ ചെയ്ത് റീ റിലീസ് ഇറക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അത് പ്രിസർവ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. അതിൻ്റെ ഒരു സിസ്റ്റം അതെങ്ങനെ ചെയ്യാം നമുക്കിനി മുന്നോട്ടാണെങ്കിലും. ഇപ്പോൾ എല്ലാം ഡിജിറ്റലായി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ സിനിമകളും കൃത്യമായിട്ട് എല്ലാ പ്രൊഡക്ഷനും ഹാർഡ് ഡിസ്കിൽ വാങ്ങി വെക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യാനുള്ളത്. അന്നുള്ളത് ഈ പറഞ്ഞ പോലെ കാലപ്പഴക്കം വന്നിട്ട് ഉപയോഗിക്കാതെ ഒക്കെ പോയി. ഇനിയുള്ളതെങ്കിലും എല്ലാവരും എല്ലാ പ്രൊഡക്ഷനും എല്ലാ ഹാർഡ് ഡിസ്കിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റും. പറ്റുന്നത്. അപ്പോൾ ഞാനത് ഇതിനെപ്പറ്റി ഇങ്ങനെ സ്റ്റഡി ചെയ്തപ്പോഴത്തേക്ക് ഫിലിമിന് വരുന്നൊരു ഡിസീസ്, വിനെഗർ സിൻഡ്രം ഡിസീസ്, അത് തടയാനായിട്ടും പിന്നെ അത് വന്ന സിനിമകളെ ഇത് മാറ്റി നല്ല രീതിയിൽ പ്രിസർവ് ചെയ്യാനായിട്ടാണെന്ന് ഞാൻ പഠിച്ചു. ഇപ്പോൾ ഇതിലേക്ക് ഇൻഡെപ്തായിട്ട് പഠിച്ച് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, വലിയൊരു ഭയങ്കര ഇൻഡെപ്തിൽ നമുക്ക്